إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്ന നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവന്റെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനും അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഈ ഒരു ദുനിയാവിനെ ശരിയാവണ്ണം പ്രയോജനപ്പെടുത്താനും അങ്ങനെ ആഖിറത്തിൽ ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് ഉപകരിക്കാനും ഈ ദുനിയാവിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വീഴ്ച വരുത്തിയത് നമ്മൾക്ക് ആഖിറത്തിൽ വിഷമമുണ്ടാക്കാതിരിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിലെ 2 സ്ഥലങ്ങളിൽ തുടർച്ചയായി ഒരേ ആയത്തിൽ തന്നെ തഖ്വ കൊണ്ട് കൽപ്പിക്കുന്നത്. അത്തരം ആയത്തുകളൊരു ആയത്താണ് വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഓരോ നഫ്സും അവൻ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്, മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ഈമാനുള്ളവരോടും മുസ്ലിമീങ്ങളോട് കൽപ്പിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നരകത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സ്വർഗത്തിൽ വലിയ പദവികൾ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അതിനുള്ള ഒരേ ഒരു സ്ഥലം ഈ ദുനിയാവ് മാത്രം. ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്താൽ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ റൂഹ് തൊണ്ടക്കുയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നൊരാൾക്കും ഒരമലും റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കുകയില്ല. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൽയൗമ അമലുൻ വലാ ഹിസാബ് വഗദൻ ഹിസാബുൻ വലാ അമൽ. ഇന്ന് അമല് പ്രവൃത്തിയുടെ ദിവസമാണ്. ദുനിയാവ് എന്നുള്ളത് പ്രവർത്തിക്കാനുള്ള ഇടമാണ്. ഇവിടെ വിചാരണയില്ല. എന്നാൽ പരലോകം എന്നുള്ളത് അവിടെ ഹിസാബാണ്. അവിടെ അമല് ചെയ്യാൻ സാധിക്കുകയില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ദിക്ർ ചൊല്ലണമെങ്കിലോ ഖുർആൻ പാരായണം ചെയ്യുന്നു, നമുക്ക് ആഖിറത്തിന് വേണ്ടി എന്ത് ഒരുക്കി വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം ഈ ദുനിയാവാണ്. ഇത് നമ്മൾക്കുള്ളൊരു ഗോൾഡൻ ചാൻസാണ്. പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സ്ഥലമല്ലാതെ, സാഹചര്യമല്ലാതെ വേറൊരു സ്ഥലവും സാഹചര്യവും സമയവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. ഇതല്ലാതെ നമ്മൾക്കൊരു അവസരം ഇനിയില്ല. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ മലക്കുൽ മൗത്തിനെയും സംഘത്തെയും നേരിട്ട് കാണുമ്പോൾ ഏതൊരാളും ആഗ്രഹിച്ചു പോകും, എനിക്ക് ഈ ജീവിതം കുറച്ചുകൂടി നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ. ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത് എന്നാണ് ഓരോ നഫ്സും ഓരോരുത്തരും പറയാ. എത്രയധികം അമലുകളിൽ വർദ്ധിപ്പിച്ച് എത്ര കണ്ട് പ്രവർത്തനങ്ങളിൽ മുന്നേറിയ വ്യക്തിയും അവന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ കുറച്ചുകൂടി എനിക്ക് നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹ് എനിക്ക് പറയാം, ഒരു ആയത്ത് എനിക്ക് കൂടുതൽ പാരായണം ചെയ്യാൻ, ഒരു റക്അത്ത് എനിക്ക് കൂടുതൽ നിസ്കരിക്കാൻ ഒരു സമയം, കുറച്ച് സമയം, ഒരു മിനിറ്റ് എനിക്ക് നീട്ടിത്തരണം എന്നെന്ത് ചെയ്യും? ഓരോരുത്തരും അവിടെ വെച്ച് ആ മലക്കുകളോട് ആവശ്യപ്പെടും.
കല്ല. അള്ളാഹ് മറുപടി പറയണം, ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരാൾക്കും നീട്ടിക്കൊടുക്കുകയില്ല. ഇനി നീട്ടിക്കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക, അവിടെ എന്തെങ്കിലും പറയാനോ ഉരുവിടാനോ ഉച്ചരിക്കാനോ പ്രവർത്തിക്കാനോ സാധിച്ചു എന്ന് തന്നെ വെക്കുക, ആ പ്രവർത്തനം റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കുകയില്ല. ഫിർഔന്റെ ചരിത്രം നമുക്കറിയാം. ഫിർഔൻ അത്രയും കാലം മൂസ അലൈഹിസ്സലാമിന്റെ ദഅവത്ത് ധിക്കരിച്ച് അത് ശത്രുത പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ എല്ലാ നിലയ്ക്കും എതിർത്ത് നിന്ന ആ ഫിർഔൻ തന്റെ മുകളിൽ തിരമാലകൾ വന്ന് വീഴുന്ന തുടങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നെന്താ, ഞാനിതാ മൂസയുടെയും ഹാറൂന്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു പറഞ്ഞപ്പോ അള്ളാഹ് തിരിച്ചു ചോദിക്കുന്നു, ആന ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്? ഇതുവരേക്കും നിനക്ക് ഈ സന്ദേശം വന്നെത്തിയിട്ട് വിശ്വസിക്കാതെ നീ ഇപ്പോൾ ഇത് അംഗീകരിക്കുകയോ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ വിമർശിക്കാം. ആ ഈമാൻ സ്വീകരിക്കപ്പെടുകയില്ല, ആ പ്രവർത്തനം ഉപകരിക്കുകയില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോഴുള്ള ഈ ജീവിതത്തിലാണ്, ഇന്നിലാണ്. ഇന്നെന്തെങ്കിലും ചെയ്താൽ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഇദാ അസ്ബഹത ഫലാ തൻതദിരിൽ മസാ. രാവിലെ ആയാൽ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കണ്ട, ഞാൻ നാളെ ചെയ്യാം, ഇത് പഠിക്കാനുള്ളത് നാളെ പഠിക്കുക, അടുത്ത ആഴ്ച പഠിക്കുക, രാത്രി നിസ്കാരം മറ്റന്നാ തുടങ്ങാം, അല്ലെങ്കിൽ റമദാനായിട്ട് തുടങ്ങാം, ഇങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട. വൈദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ്. വൈകുന്നേരമായാൽ നീ രാവിലെയും പ്രതീക്ഷിക്കണ്ട. പ്രതീക്ഷിക്കണ്ട എന്ന് പറയുന്നത് വെറുതെ ആലങ്കാരികമായിട്ട് പറയുന്നില്ല. നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകുപ്പില്ല. എപ്പോൾ വേണമെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകാം, എപ്പോൾ വേണമെങ്കിലും. നമ്മുടെ ചെറുപ്പമോ ആരോഗ്യമോ മറ്റൊന്നും നമ്മൾ മരണപ്പെടാൻ തടസ്സമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എപ്പോഴാണ് മരിക്കാൻ കണക്കാക്കിയിട്ടുള്ളത് അതേ സെക്കൻഡിൽ നമ്മൾ മരണപ്പെട്ടു പോകും. ഒരു രോഗം നമുക്കില്ലെങ്കിൽ പോലും, നമ്മൾ എത്ര ചുറുചുറുക്കുള്ള വ്യക്തിയാണെങ്കിൽ പോലും. വളരെ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് തന്നെ നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്, പല സന്ദർഭങ്ങളും ആവർത്തിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും. തദക്കറു ഹാദിമൽ ലസ്സാത്ത്. നിങ്ങൾ അങ്ങേയറ്റം എന്ത് ചെയ്യുക, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങേയറ്റം ഓർക്കാൻ, അതിനെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ പുതുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. എത്ര പോലും ഖബറിടങ്ങൾ സന്ദർശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമമാക്കിയത് പോലും മരണത്തെപ്പറ്റി ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തരാം, ഞാൻ നിങ്ങളെ മുമ്പ് ഖബർ സിയാറത്തിന് തൊട്ട് വിലക്കിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇപ്പോൾ സന്ദർശിച്ചുകൊള്ളുക. കാരണം അതെന്ത് ചെയ്യും, നിങ്ങളെ മരണത്തെപ്പറ്റി അല്ലെങ്കിൽ ആഖിറത്തെപ്പറ്റി നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. ഈ ഒരു ആമുഖം ഇവിടെ പറയാനുള്ള കാരണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ദുനിയാവ് മൊത്തം നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു ഇടമാണെങ്കിൽ കൂടെ ഇതിൽ ചില സ്ഥലങ്ങളെ ചില സമയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കൂടുതൽ ശ്രേഷ്ഠതയുള്ളതായി നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു മറന്നുപോയ വ്യക്തികൾ ഓർമ്മ വരാൻ, അല്ലെങ്കിൽ അശ്രദ്ധനായ വ്യക്തികൾ കൂടുതൽ ഉഷാറായി മുന്നേറുവാൻ വേണ്ടി, എല്ലാ ആളുകൾക്കും അള്ളാഹുവിന്റെ പ്രതിഫലത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങളെ പ്രത്യേകം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് റമദാൻ മാസം എന്നുള്ളത്. റമദാൻ മാസം എത്താൻ ഇനി വലിയ സമയമൊന്നുമില്ല, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ഇനി റമദാനിലേക്കുള്ളൂ. ഒരു മാസവും ഒരു 1.5 മാസത്തിന് കുറച്ച്. ഈ മാസം ഇത്രയും അടുത്തെത്തിയിട്ട് നമ്മൾ ഈ മാസത്തിലേക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കി വെച്ചിട്ടുള്ളത്, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ പരിശോധിക്കുക. ഈ റമദാൻ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള, മുന്നൊരുങ്ങിയിട്ടുള്ള ആരൊക്കെയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാൻ എന്നുള്ള മാസം പെട്ടെന്നൊരു സമയത്ത് ഒരു ദിവസം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ആ മാസത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ കരുതും, ആഗ്രഹിക്കും, പക്ഷെ പറ്റൂല, സാധിക്കൂല. ഒരുപാട് ദിവസം നോമ്പെടുക്കാതെ അങ്ങനെ കഴിഞ്ഞു പോയൊരു വ്യക്തി പെട്ടെന്ന് റമദാനിൽ നോമ്പെടുത്ത് തുടങ്ങിയാൽ അവന് നോമ്പ് പൂർത്തീകരിക്കാൻ സാധിക്കും. പക്ഷേ
ആ നോമ്പിന്റെ കൂടെ മറ്റ് ഇബാദത്തുകൾ പ്രവർത്തിക്കാൻ അവന്റെ ശരീരത്തിന് സാധിക്കൂല, അവന്റെ ശരീരം വഴങ്ങൂല. അതിന് കുറച്ച് ദിവസങ്ങൾ എടുക്കും ശീലിച്ചു വരാൻ. ആ ശീലിച്ചു വരുമ്പോഴേക്ക് റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇത്രയും ദിവസം രാത്രി നിസ്കരിച്ചിട്ടില്ലാത്ത ഒരാൾ റമദാനിൽ പെട്ടെന്ന് രാത്രി നിസ്കാരം ആരംഭിക്കുമ്പോൾ അവൻ അതിൻ്റെതായ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ആ റമദാൻ അവന് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റൂല. നിങ്ങൾ കണ്ടിട്ടില്ലേ, രാത്രി നിസ്കാരം നല്ല ഉഷാറായി റമദാൻ നിസ്കരിച്ചിട്ട് പകല് മുഴുവൻ സുബ്ഹി തൊട്ട് ളുഹർ വരെ കടന്നുറങ്ങുന്ന എത്ര ആളുകളുണ്ട്. കാരണം അവർക്കത് ക്ഷീണമാണ്. കാരണം അത് ഇത്രയും കാലം അവർ ശീലിച്ചിട്ടില്ല. ആ സുബ്ഹി തൊട്ട് ളുഹർ വരെയുള്ള കാര്യങ്ങൾ ഇബാദത്തിൽ മുഴുക്കാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. അവൻ ആഗ്രഹമുണ്ട്, പക്ഷെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോണം. ഇങ്ങനെ ഈ റമദാൻ നമ്മൾക്കൊരിക്കലും ഉറങ്ങിത്തീർക്കാനുള്ളതല്ല. ക്ഷീണം കൊണ്ട് മടിപിടിച്ച് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതായി തീർത്ത് കളയേണ്ടത് മാസമല്ല റമദാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ മിമ്പറുമ കയറുമ്പോൾ 3 സ്റ്റെപ്പിൽ 3 കാൽപാദങ്ങൾ വെക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ ആമീൻ ആമീൻ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, എന്ത് കേട്ടിട്ടാണ്, എന്ത് പ്രാർത്ഥനയ്ക്കാണ് താങ്കൾ ആമീൻ എന്ന് പറഞ്ഞത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാർത്ഥനകൾ പറയാം, 3 കാര്യങ്ങൾ പറയാം. അതിലൊരു പ്രാർത്ഥന എന്താണെന്നറിയോ? ഒരാൾക്ക് റമദാൻ വന്ന് കിട്ടിയിട്ട് അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടാത്ത രൂപത്തിൽ ആ റമദാൻ അവനിൽ നിന്ന് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനൊരു വ്യക്തി നിന്ദ്യനായി തീരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ, അല്ലാഹുവേ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് പറയാം. റമദാൻ ഒരാൾക്ക് വന്ന് കിട്ടിയിട്ട് ആ റമദാൻ കടന്നു പോയിട്ട് അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടാത്ത രൂപത്തിൽ അവൻ ബാക്കിയാവുക എന്ന് പറയുന്നത് അതിനേക്കാൾ നിന്ദ്യത, ഒരു മോശത്തരം ഒരു മുസ്ലിമിനില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ മാസത്തിലേക്ക് നമ്മൾ ശരിയായ രൂപത്തിൽ ഒരുങ്ങേണ്ടതുണ്ട്, തയ്യാറെടുക്കുക തന്നെ വേണം. അത് ഒരുങ്ങാതെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ നഷ്ടങ്ങൾ റമദാനിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. നമുക്കൊരു വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ പഠിപ്പിച്ചു തന്നിട്ട് മൻസാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ റമദാൻ ഈമാനോടുകൂടിയും വഹ്തിസാബോടുകൂടിയും നോമ്പനുഷ്ഠിക്കുന്നത് അവന്റെ കഴിഞ്ഞ തെറ്റുകൾ, പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ റമദാൻ നോമ്പനുഷ്ഠിക്കുന്നതിന് മുമ്പ് അവനിൽ ഉണ്ടായിരിക്കേണ്ട 2 ഗുണങ്ങളാണ് ഈമാനും ഇഹ്തിസാബും. ഒരുത്തന് ഈമാനില്ല, ഒരുവൻ ഇഹ്തിസാബില്ലെങ്കിൽ അവൻ റമദാനല്ല, അവന്റെ ജീവിതം മുഴുവൻ നോമ്പെടുത്തിട്ടും അവന്റെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. ഒരുവൻ ഈമാനും ഇഹ്തിസാബും ഇല്ലെങ്കിൽ അവന്റെ റമദാൻ നോമ്പ് കൊണ്ട് അവൻ കാര്യമില്ല. അതുകൊണ്ട് കിട്ടേണ്ട പ്രതിഫലം അവന് കിട്ടിയിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഈമാൻ അല്ലേ? എല്ലാ ആളുകളും വിശ്വസിക്കുന്നത്, കരുതുന്ന എന്താ, എൻ്റെ ഉപ്പയും അല്ലെങ്കിൽ എൻ്റെ ഉമ്മുമ്മയും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ പറഞ്ഞു തന്നത് എന്താണോ അതാണ് ശരിയായ ഈമാൻ എന്ന് പലരും കരുതിയിരിക്കാം. അത് വലിയ തെറ്റാണ്, ഒരിക്കലും ശരിയല്ല. അത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ എന്ത് രേഖകൾ, എന്ത് മാനദണ്ഡമാണുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിശ്വാസം ശരിയായ ഈമാനായി പഠിപ്പിച്ചിരുന്ന വിശ്വാസം ഒരേ ഒരു വിശ്വാസം, ഒരൊറ്റ വിശ്വാസം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, സിറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വഴിയാണ്, ഒരേ ഒരു വഴിയാണ്, 2 ഇല്ല 3 ഇല്ല. ആ വിശ്വാസവും പഠിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. ഈ വിശ്വാസം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത് സ്വഹാബത്ത് ആ വിശ്വാസത്തിലായി അവരെ തൃപ്തിപ്പെട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു പോയത്. ഈ വിശ്വാസത്തിലേക്ക് നമ്മളായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ നോമ്പോ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും അതുകൊണ്ട് കിട്ടേണ്ട ഫലങ്ങൾ കിട്ടുകയില്ല. ശ്രദ്ധിക്കണം, കുറേ പ്രവർത്തിക്കുന്നതിലല്ല ദീനുൽ ഇസ്ലാമിൽ കാര്യം. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കും. ഏറ്റവും നല്ല പ്രവർത്തനം ആകുന്നതിന്റെ അടിസ്ഥാനം എന്താ? ഒന്നാമത്തെ മാനദണ്ഡം എന്താ? വിശ്വാസം, ഈമാൻ ശരിയായിരിക്കുക എന്നുള്ളതാണ്. ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ ഈമാനാണ്. ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ പോലെ, വീട് കെട്ടുമ്പോൾ തറ കെട്ടുന്നത് പോലെ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ, അടിവേരുകൾ എന്നുള്ളത് അത് ഈമാനാണ്. ഈ ഈമാൻ ശരിയാകാത്ത ഒരാൾ
റമദാനിൽ നോമ്പെടുക്കുകയോ മറ്റുള്ള ഫർള് നിസ്കാരങ്ങൾ നിസ്കരിക്കുകയോ ജുമായിൽ പങ്കെടുക്കുകയോ ഉംറ ചെയ്യുകയോ ഹജ്ജ് ചെയ്യുകയോ മറ്റുള്ള പ്രവർത്തനങ്ങൾ അവന് ആഖിറത്തിൽ ഉപകാരപ്പെടാതെ വന്നേക്കാം, പ്രതിഫലം ലഭിക്കാതെ വന്നേക്കാം. അത്ര കണ്ട് പ്രാധാന്യമുള്ള വിഷയമാണ് ദീനുൽ ഇസ്ലാമിൽ ഈമാൻ എന്നുള്ളത്. ഈ ഈമാൻ ശരിയായി എല്ലാവർക്കും ഈമാനുണ്ട്. പലരും മനസ്സിൽ പല വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ആൾ. എന്തെങ്കിലും വിശ്വാസം ഉള്ളത് കൊണ്ട് റബ്ബിന്റെ അടുക്കൽ ഉപകാരപ്പെടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏത് വിശ്വാസവുമായിട്ട് അയച്ചുവോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഏതൊരു വിശ്വാസത്തിലായി വിട്ടേച്ചു പോയോ അതേ വിശ്വാസം നമ്മൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ ശരിയായ വിശ്വാസത്തിന്റെ വക്താക്കളാവുകയുള്ളൂ. നമ്മൾക്ക് നമ്മുടെ അമലുകൾ ഉപകാരപ്പെടുകയുള്ളൂ. നമുക്ക് എത്ര പേർക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും എന്റെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ അതേ വിശ്വാസമാണ് എനിക്കുള്ളത്? നമുക്ക് എത്ര പേർക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും? വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് ശരിയാക്കാതെ നമ്മൾ നമ്മുടെ നോമ്പ് ശരിയാക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ നിസ്കാരം ശരിയാക്കിയിട്ട് കാര്യമില്ല, മറ്റുള്ള പ്രവർത്തനങ്ങൾ ശരിയാക്കിയിട്ട് കാര്യമില്ല. ദീനിന്റെ അടിത്തറ ഈമാനാണ്, വിശ്വാസമാണ്. നമ്മൾ പഠിക്കുക തന്നെ വേണം. പഠിക്കാതെ സ്വർഗത്ത് പോകാൻ പറ്റൂല. എന്തായിരുന്നു സ്വഹാബത്തിന്റെ വിശ്വാസം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദു. അല്ലാഹു പറഞ്ഞെന്താ? സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ, അഹ്ലു കിതാബുകാർ, മുശ്രിക്കുകൾ, മറ്റുള്ള മതക്കാരും ഇസങ്ങളും മറ്റെല്ലാവരും നിങ്ങളുടെ ഈമാൻ പോലെ അവരുടെ ഈമാൻ ആയിക്കഴിഞ്ഞാൽ ഫഖദ് ഇഹ്തദു, അവർ ഹിദായത്തിലായി. ശ്രദ്ധിക്കണം, അള്ളാഹു ഹിദായത്തിലാകാൻ, സിറാത്തൽ മുസ്തഖീമിലാകാൻ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ, നരകത്തിന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു വെച്ച നിബന്ധന നമ്മുടെ ഈമാൻ സ്വഹാബത്തിന്റെ ഈമാൻ പോലാകണം. നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും എന്റെ ഈമാൻ സ്വഹാബത്തിന്റെ ഈമാൻ പോലെയാണ്? ഈമാന്റെ അളവല്ല ഞാൻ പറയുന്നത്, അത് നമുക്ക് സ്വഹാബത്തിന് അത്ര എത്താൻ സാധിക്കൂല. അവരുടെ വിശ്വാസം, അവരെങ്ങനെയാണോ അള്ളാഹുവിനെ പറ്റി വിശ്വസിച്ചത്, അവർ എങ്ങനെയാണോ റസൂലിനെ പറ്റി വിശ്വസിച്ചത്, ദീനുൽ ഇസ്ലാമിനെ പറ്റി, ഖുർആനിനെ പറ്റി, പരലോകത്തെ പറ്റി, അവരുടെ വിശ്വാസം എന്തായിരുന്നു? ആ വിശ്വാസം നമുക്കില്ലെങ്കിൽ, നമ്മുടെ ആ വിശ്വാസം തെറ്റായ വിശ്വാസമാണ് നമ്മുടേതെങ്കിൽ, നമ്മുടെ വാപ്പക്കാരനവർ നമുക്ക് പഠിപ്പിച്ചു തന്നതെങ്കിൽ, നമ്മൾ അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ അമലുകൾ നമുക്ക് ആഖിറത്തിൽ ഉപകാരപ്പെട്ടേക്കില്ല. വളരെ ഗൗരവമുള്ള വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഈമാൻ ശരിയായ ആളുകളുടെ റമദാൻ നോമ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ത്? അവന്റെ നോമ്പ് അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്നുള്ളൂ. ഈ ഈമാൻ ശരിയാകാത്ത ഒരാളുടെ റമദാൻ നോമ്പ് അവന്റെ തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാനുള്ള കാരണമാകില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിബന്ധനയായി പഠിപ്പിച്ചതാണ്. നമ്മൾ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസത്തിലേക്ക് ഒരുങ്ങാൻ, റമദാൻ മാസത്തിലേക്കെന്നല്ല, നമ്മുടെ പരലോകത്തിലേക്ക്, മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടതും തയ്യാറെടുക്കേണ്ടതും നമ്മുടെ വിശ്വാസം ശരിയാക്കിയിട്ടാണ്. ഏറ്റവും ആദ്യം നമ്മൾ ചോദിച്ച് അറിയുകയും പഠിക്കുക തന്നെ വേണം. ഫസ്അലൂ അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. അത് നിർബന്ധമാണ്. ഞാൻ ഈ വിശ്വസിക്കുന്ന വിശ്വാസം ശരിയാണോ എന്ന് ഉറപ്പുവരുത്താതെ ഒരു വിശ്വാസം നിങ്ങൾ വിശ്വസിക്കരുത്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും വ്യക്തമായ പിൻബലമില്ലാത്ത ഒരു നിലപാടും നിങ്ങൾക്ക് ദീനുൽ ഇസ്ലാമിൽ വിശ്വാസ കാര്യങ്ങളിൽ ഉണ്ടാകരുത്. ഈ ഒരു ഉറച്ച ബോധ്യം നമുക്ക് വേണം. നമുക്ക് ഈ ഒരു വാശി വേണം. തെളിവുള്ള കാര്യമേ ഞാൻ വിശ്വസിക്കുള്ളൂ. എൻ്റെ വാപ്പയും ഉമ്മയും കുടുംബക്കാരൊക്കെ പറഞ്ഞു തന്ന പല കാര്യങ്ങളിൽ തെളിവുകളോട് യോജിക്കുന്നതും അല്ലാത്തതും ഉണ്ടാകാം. അതെല്ലാം തെളിവുകളോട് യോജിക്കുന്നതാക്കി സ്വഹാബത്തിന്റെ നിലപാടുകളാക്കി മാറ്റുന്നത് വരേക്കും എനിക്കിനി വിശ്രമമില്ല. അതാക്കിയിട്ട് ഞാൻ റമദാനിലേക്ക് കടക്കുകയുള്ളൂ എന്ന വാശി നമുക്ക് വേണം. ഈ ഒരു വാശിയോടുകൂടെ നമ്മൾ ചോദിച്ചറിയാനും പഠിക്കാനും വായിക്കാനും കേൾക്കാനും ഒക്കെ തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും മരണത്തിനും റമദാൻ മാസത്തിനും എല്ലാ ഭാവി ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ശരിയായ രൂപത്തിൽ തയ്യാറെടുക്കുവാനും അങ്ങനെ അത്തരം സന്ദർഭങ്ങളിൽ കുടുങ്ങിപ്പോകാത്ത രക്ഷപ്പെടുന്ന ആളുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുവാൻ സഹായിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ലഗഫൂറുർ റഹീം.
ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെട്ടതുപോലെ അവനെ കണ്ടുമുട്ടുവാനും നമ്മുടെ ഈ ജീവിതം അതിൻ്റെ അവസാനമായ മരണത്തിലേക്ക് തയ്യാറെടുക്കുവാൻ, അല്ലെങ്കിൽ വരുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന റമദാൻ മാസത്തിലേക്ക് തയ്യാറെടുക്കുവാൻ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസ കാര്യമാണ് എന്നതിനെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. അതിനുശേഷം ഈ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ വിശ്വാസം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും തയ്യാറെടുക്കാൻ ബാക്കിയുള്ളതായിട്ടുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ ഏറ്റവും ഒന്നാമത്തത് നോമ്പെടുത്ത് ശീലിക്കുക എന്നുള്ളതാണ്. നോമ്പെടുത്ത് ശരീരത്തെ പരിശീലിപ്പിക്കുക. നോമ്പ് നമുക്കൊരു പ്രയാസമാകാത്ത രൂപത്തിൽ നമ്മുടെ ശരീരത്തെ നോമ്പെടുത്ത് പരിശീലിപ്പിക്കുക എന്നുള്ളത് റമദാൻ മാസത്തിലേക്ക് നമ്മൾ തയ്യാറെടുക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാന് തൊട്ടു മുമ്പുള്ള മാസമായ ഷഅബാൻ മാസം നോമ്പ് കൊണ്ട് നിറഞ്ഞതാണ്. സഹാബത്ത് പറയാറുണ്ട്, റമദാനിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാനേക്കാൾ നോമ്പെടുക്കാറുള്ള മറ്റൊരു മാസവുമില്ല എന്ന് സഹാബികൾ പറയാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഈ വിശ്വാസ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നോമ്പെടുത്ത് പരിശീലിപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് രാത്രി നിസ്കാരമാണ്. രാത്രി നിസ്കാരം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. റമദാൻ മാസത്തിൽ നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ് നിസ്കാരം, അതല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരം, രാത്രി മുഴുവൻ നിസ്കരിക്കാറുണ്ട്. ഈ രാത്രി നിസ്കാരം എന്നുള്ളത് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അത് ചെറിയ ചെറിയ രൂപത്തിൽ കുറച്ചായി എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ സാധിക്കൂല. സലഫുകൾ പലരും അവരുടെ റമദാൻ മാസത്തിന് വേണ്ടി 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യാറുണ്ട്. ഒരുങ്ങി തുടങ്ങുന്നത് 6 മാസങ്ങൾക്ക് മുമ്പാണ് റമദാനിൽ. ശ്രദ്ധിക്കണം, അത്രയും വൈകിട്ടെങ്കിലും, നമ്മൾ ഒരുപാട് വൈകി റമദാൻ മാസത്തിലേക്ക് ഒരുങ്ങാൻ. ഇന്ന് മുതലെങ്കിലും നമ്മൾ ആരംഭിച്ചിട്ടില്ലെങ്കിൽ, മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ, നമ്മൾക്കൊരു പക്ഷേ റമദാൻ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചു കൊള്ളുന്നില്ല. ഇപ്പോൾ തന്നെ ഒരുങ്ങി ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി, ഈ പറഞ്ഞ രൂപത്തിൽ നോമ്പുകൾ വർദ്ധിപ്പിച്ച്, രാത്രി നിസ്കാരം ചെറിയ രൂപത്തിൽ വർദ്ധിപ്പിച്ച്, മെല്ലെ മെല്ലെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന്, അതുപോലെ തന്നെ ഖുർആൻ പാരായണം. റമദാൻ മാസം നമുക്കറിയുന്നത് പോലെ ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നത് അത് റമദാൻ മാസത്തിൽ വളരെയധികം വർദ്ധിപ്പിക്കാറുണ്ട് സലഫുകൾ. പലപ്പോഴും ഒരൊറ്റ രാത്രി തന്നെ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത് തീർക്കാറുണ്ട് സലഫുകൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതുപോലെ തന്നെ പല സലഫുകളിൽ നിന്നും അവസാനത്തെ 10 പ്രത്യേകിച്ചും അങ്ങനെ ചെയ്തതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒരൊറ്റ രാത്രിയിൽ തന്നെ ഖുർആൻ മുഴുവൻ ഓതി തീർക്കുന്നതായി സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതെപ്പോഴും ചെയ്യുന്നത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. 3 ദിവസത്തിൽ കൂടുതലായി ഖുർആൻ ഓതി തീർക്കരുതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ വല്ലപ്പോഴും അങ്ങനെ റമദാനിലോ അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ വന്നു പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ആ രൂപത്തിലേക്ക് നമുക്ക് ആകാൻ സാധിക്കണമെങ്കിൽ നമ്മളത് ശീലിക്കണം. നമ്മൾ ഓതി നമ്മുടെ നാവിനത് വഴങ്ങണം, നമ്മുടെ റൂഹിനത് ഇണങ്ങണം. അല്ലേ, നമ്മുടെ നാവിനത് ഇണങ്ങിയാൽ പോലും ഏറ്റവും ഇണങ്ങാൻ പ്രയാസമുള്ളത് റൂഹിനാണ്. അത് ഓതി ശീലിച്ച ആളുകൾക്കല്ലാതെ ഈ ഖുർആനോടുള്ള ഇണക്കം എന്നുള്ളത് ഉണ്ടാവില്ല. ഈ ഖുർആനോടുള്ള ഇണക്കം അത് ഓതി ശീലിച്ച ഒരുപാട് അതുമായിട്ട് ഇങ്ങനെ എപ്പോഴും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കല്ലാതെ ഈ റൂഹുമായിട്ട് ഖുർആന്റെ ബന്ധം ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചതുപോലെ ഒരു ഖുർആൻ പഠിച്ച വ്യക്തി, അവന്റെ ഉപമ ഒരു കെട്ടിയിട്ട ഒട്ടകത്തിന്റെ കൂട്ടുകാരന്, അതിന്റെ ആളെ പോലെയാണ്. ഈ ഒട്ടകത്തെ എപ്പോഴും പരിശോധിക്കുക, അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒട്ടകം ഇയാളുടെ കീഴിൽ, ഇയാൾക്ക് ഇണങ്ങി, ഇയാൾ പറയുന്നതൊക്കെ അനുസരിച്ച് ഇയാളുടെ ഇഷ്ടപ്രകാരം അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ ഇതിനെ പരിഗണിക്കാതെ, തിരിഞ്ഞു നോക്കാതെ, അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ഈ ഒട്ടകം എന്ത് ചെയ്യും, ഇയാളിൽ നിന്ന് കുതറി ഓടിപ്പോവും. പിന്നെ ഇയാൾ അതിന്റെ പിറകെ ഓടിയാലും അതിനെ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടൂല. ഇതുപോലെയാണ് ഖുർആൻ. നമ്മൾ ഈ ഖുർആൻ നമുക്ക് ഓതാൻ സമയമില്ല, എടുത്തു വായിക്കാൻ സമയമില്ല, നമുക്കതിനുള്ള
അല്ലെങ്കിൽ മറ്റുള്ള തിരക്കുകൾ ഒഴിഞ്ഞിട്ട് അതിന് സമയം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള അവസ്ഥകളാണെങ്കിൽ ഈ ഖുർആൻ നമ്മളെ വിട്ട് ഓടിപ്പോവും, ഈ ഒട്ടകം വിട്ട് ഓടുന്നത് പോലെ. പിന്നെ നമ്മൾക്ക് ഈ ഖുർആനോടുള്ള ഇണക്കമുണ്ടാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും പിന്നെ പറ്റാത്തൊരവസ്ഥ വന്നേക്കാം. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഗഫലത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വളരെ മോശം അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്നതിന്റെ ലക്ഷണങ്ങൾപ്പെട്ടതാണെന്ത്? നമുക്ക് ഖുർആൻ ഓതുന്നത് ഭാരമായി തോന്നാം, രാത്രി നിസ്കരിക്കുന്നത് ഭാരമായി തോന്നാം, സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുന്നത് ഭാരമായി തോന്നുക എന്നുള്ളത് നമ്മൾ അങ്ങേയറ്റം മോശം അവസ്ഥയിലേക്ക് ഈമാനികമായി എത്തിയതിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാനും ഈ പറഞ്ഞ റമദാൻ മാസത്തിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഒരുങ്ങാനുമൊക്കെ വളരെയധികം ഉപകരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇതിനെല്ലാത്തിനും ഉപരി ഇതെല്ലാം സബബുകൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമില്ലാതെ നമുക്ക് ഒരു പ്രവർത്തനവും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. റമദാനിലേക്ക് നമ്മൾ എത്തിക്കുവാനും സ്വഹാബത്തിന്റെ വിശ്വാസത്തിലേക്ക് റമദാനിൽ ആ വിശ്വാസത്തിലായിക്കൊണ്ട് റമദാനിൽ പ്രവേശിക്കുവാനും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് ശീലിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ റമദാൻ ഉപയോഗപ്പെടുത്തുവാനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അങ്ങേയറ്റം ചോദിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രൂപത്തിൽ റമദാനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരിൽ നാം ഓരോരുത്തരും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നമ്മുടെ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കേൾക്കുന്ന പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ള മറ്റും കേട്ടിട്ടുള്ളതുമായ പല വിശ്വാസങ്ങളും അതിലുള്ള നെല്ലും പതിരൊക്കെ വേർതിരിച്ച് ശരിയായ സ്വഹാബത്തിന്റെ വിശ്വാസം ആക്കുവാൻ, അങ്ങനെ എല്ലാ നിലപാടുകളും സ്വഹാബത്തിന്റെ ഇതുപോലെ ആക്കി തീർക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള വഴികൾ നമുക്ക് എളുപ്പമാക്കി തരികയും അങ്ങനെ മരണം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ റമദാൻ പോലുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് ഇത്തരം വിശ്വാസങ്ങളൊക്കെ മാറ്റി ശരിയായ വിശ്വാസമാക്കി തീർക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കി റമദാനിലേക്കും അതല്ലാത്ത ഇനിയുള്ള ഭാവി ജീവിതത്തിലേക്കും ഒക്കെ ഒരു തയ്യാറെടുപ്പാക്കി നമ്മൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ചെറുതും വലുതുമായ കഴിഞ്ഞുപോയ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ, അപാകതകൾ, പോരായ്മകൾ അതൊക്കെ പരിഹരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവനെ കണ്ടുമുട്ടുവാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.